തദ്ദേശ തെരഞ്ഞെടുപ്പ് 2025 തിരുവനന്തപുരം നഗരസഭയിലെ പ്രഗത്ഭരായ മത്സരാർത്ഥികൾ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുമുണ്ട്. നമുക്ക് അവരോട് ചോദിക്കാം എന്തൊക്കെയാണ് അവർ ചെയ്യാൻ പോണ വികസനങ്ങൾ. പി.എ. രാജേഷ് പാപ്പനംകോടിലെ സ്ഥാനാർത്ഥിയാണ്. അതായത് എന്റെ വാർഡാണ്. അപ്പോൾ നമുക്ക് അദ്ദേഹത്തിനോട് ഒന്ന് കാര്യങ്ങൾ ചോദിക്കാം. നമസ്കാരം, എന്റെ പേര് രാജേഷ് എന്നാണ്. ഞാൻ പാപ്പനംകോട് വാർഡിൽ മത്സരിക്കുകയാണ്. ആദ്യമായിട്ടാണ് ജനവിധിയുടെ? അതെ അതെ അതെ, വിജയം പ്രതീക്ഷയുള്ള ഭരണം നിങ്ങൾ കൈക്കലാക്കുമെന്നാണ് ഉദ്ദേശിക്കുന്നത്? തീർച്ചയായും. ശബരിനാഥനെ പോലെയുള്ള മുൻ MLA നേതൃത്വം കൊടുക്കുന്ന നമ്മളെ കൗൺസിലറെ നയിക്കാൻ ശബരിനാഥ് തീർച്ചയായിട്ടും ഉണ്ടാവും. നമ്മൾ മേയർ ശബരിനാഥ് ആയിരിക്കും. ശബരിനാഥ് ആണെന്ന് അദ്ദേഹം തന്നെ ഉറപ്പിച്ചിരിക്കുകയാണ്. കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്നൊക്കെ തറപ്പിച്ച് പറഞ്ഞിരിക്കുകയാണ്. തീർച്ചയായും. അപ്പോ ഞങ്ങൾ ചോദിക്കട്ടെ, താങ്കളാണ് മേയർ ആണെങ്കിലും? അല്ലല്ല, ഞാൻ കൗൺസിലറാകും അവിടെ. അല്ല, ഒരുപക്ഷെ ഇപ്പം ശബരിനാഥന്റെ കഥ നിൽക്കട്ടെ, താങ്കളെ മേയറായി പ്രഖ്യാപിക്കണമെന്ന് തോന്നിയിട്ടുണ്ടോ മനസ്സിലെപ്പോഴെങ്കിലും? അത് പാർട്ടിയാണ് തീരുമാനിക്കേണ്ടത്. പാർട്ടി തീരുമാനിക്കും. ഇത് പാപ്പനംകോട് വാർഡില് എന്തൊക്കെയാണ് നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വികസനങ്ങൾ എന്തൊക്കെയാണ്? വികസനം അവിടെ ഒരുപാട് പാവപ്പെട്ടവരുണ്ട്, ഒരുപാട് വീട് അതിദാരിദ്ര്യമുള്ള ഒരുപാട് വീടുകളുണ്ട്. ഏറ്റവും കൂടുതൽ വാടകകൾ താമസിക്കുന്ന വീടുള്ള ഏറ്റവും കൂടുതൽ പാപ്പനംകോടാണ്. അവർക്ക് ഭവന പദ്ധതികൾ ലൈഫ് വഴി എത്തിച്ചു കൊടുക്കാൻ ഞാൻ കഴിയണം ശ്രമിക്കും തീർച്ചയായും ശ്രമിക്കും. മറ്റു വാഗ്ദാനങ്ങൾ അവിടുത്തെ റോഡുകൾ, നമ്മുടെ റോഡ് ഞാൻ പ്രദാനം ചെയ്യുന്ന 2 കൗൺസിലർമാരുണ്ട്. ഒരു വിശംബർ റോഡ് എന്ന് പറയുന്ന റോഡ് അവിടെ ഇന്റർലോക്ക് ചെയ്ത് അത് അവിടെ നടക്കാൻ പോലും സൗകര്യമില്ലാത്ത രീതിയിലാണ്. 2 വീലർ പോകുന്നവർ എന്നും അവിടെ വീഴാണ്. ഒരു ഭാഗത്തുള്ള കൗൺസിലർ LDF ആണെങ്കിൽ പോലും അങ്ങനെ പറഞ്ഞാലും വിഷയമില്ലായിരുന്നു. ഇത് 2 BJP കൗൺസിലർ ഉണ്ടായാൽ പോലും അവിടെ തർക്കം പരിഹരിച്ച് മുന്നോട്ട് പോകാൻ വേണ്ടി ഒന്നും ചെയ്യുന്നില്ല. അത് ഞാൻ കൗൺസിലറായിട്ട് വന്നു കഴിഞ്ഞാൽ ആ വിശംബർ റോഡിനൊരു പരിഹാരം ഉണ്ടാക്കുമെന്ന് ഉറപ്പ് നൽകുന്നു അവിടുത്തെ ജനങ്ങൾ. എന്തായാലും വിജയാശംസ. താങ്ക് യു.